ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. അപ്പോൾ എണീച്ച് പല്ല് തേക്കുന്ന സമയത്ത് പുറത്തു കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് അടുക്കളയിൽ കയറി നോക്കുന്ന സമയത്ത് അമ്മ നല്ല റവ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് നേരെ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിയുള്ളൂ. അപ്പോൾ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒരു 1.5 മണിക്കൂർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതവിടെ സെറ്റ് ആവുന്നതുകൊണ്ട് രാവിലെ തന്നെ അത് ചെയ്ത് വെച്ചു. അപ്പോൾ അത് സെക്യൂറാക്കി വെച്ചതിന് ശേഷം നേരെ അടുക്കളയിൽ പോയി അമ്മ കുറച്ച് മത്തി വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊക്കെ നിങ്ങൾ കഴുകി ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച് മീൻ നേരാക്കാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് അടുക്കളത്തെ കാര്യങ്ങൾ അത്ര കുറച്ച് മടിയാണ്, അടുക്കള പണിയെടുക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വറക്കാനുള്ളത് മസാല പുരട്ടി മാറ്റി വെച്ചു, കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെക്കാമെന്ന് വെച്ചിട്ട് പാത്രത്തിലാക്കി അടച്ച് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങി തൊഴിലൊക്കെ ഇറങ്ങി നോക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ എന്തൊക്കെയോ കിളയ്ക്കും പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറമ്പിൽ മുഴുവൻ കുന്നിക്കുരു വീണ് കിടക്കുന്നത് എവിടെ നിന്നാണെന്ന് തരാണ സമയത്ത് അടുത്തൊരു മരത്തിൽ വള്ളി പടർന്ന് കയറിയിട്ടുണ്ട്. അതിലിങ്ങനെ കുറച്ച് കുന്നിക്കുരു ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ തലമൂത്ത കാരണവരാണ് കേട്ടോ. ഞാൻ ഈ കുന്നിക്കുരു പറിക്കണതിട്ടേ അവനെക്കാട്ടിലും വലിയൊരു വടി പിടിച്ച് കൊടുക്കുന്നുണ്ട്. അത് പറിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. അവനത് പിടിച്ച് നിൽക്കാൻ പറ്റണില്ല, വീഴാനൊക്കെ പോകുന്നുണ്ട്. എന്നാലും അത് പറിച്ചെടുക്കുന്നുള്ള വാശിയിലാണ്. അച്ഛൻ കുറച്ച് മഞ്ഞളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തൊടിയിൽ നിന്ന്. അപ്പം അങ്ങനെ അവിടെ നിന്ന് കയറി വന്ന് ഇതിൻ്റെ വസുവിൻ്റെ കുറച്ച് ഗപ്പിക്കുട്ടന്മാരാണ്, അവരെയൊക്കെ ഒന്ന് നോക്കി വിശപ്പിൻ്റെ വിളി വരാണെങ്കിൽ കുളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുളിക്കാൻ കയറിപ്പോയി. ഇനി വെയിറ്റ് ചെയ്താലേ ചിലപ്പോൾ എൻ്റെ ബോധം പോകുന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ചെറിയൊരു മേക്കപ്പ്, ഒന്നുമില്ല, കണ്ണെഴുതും, ഒരു പൊട്ട് തൊടും, ചെറിയൊരു കുറി വരയ്ക്കും, അത്രയേ ഉള്ളൂ. നേരെ അടുക്കളയിൽ കയറി കുറച്ച് റവ ഉപ്മാവ് കഴിക്കാനെടുത്തു. ഇന്നലത്തെ ബീഫിൻ്റെ കുറച്ച് ചാറ് ഇരിക്കുന്നുണ്ട്. പക്ഷേ രാവിലെ തന്നെ ബീഫ് വേണ്ടാന്ന് വെച്ചിട്ട് ഉപ്പാവ് മാത്രം എടുത്ത് കുറച്ച് കഴിച്ചു. അപ്പോഴത്തേനും മറ്റാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവന് വിടണം, കണ്ണെഴുതണം, പൊട്ട് വിടണം. ഞങ്ങൾക്ക് പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ തീർക്കപ്പനിലാണ് കേട്ടോ. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കണ്ണെഴുതാനും പൊട്ട് തൊടാനും. ആൾക്ക് ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. അപ്പോൾ ഓരോന്നും കണ്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്നോടിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, കണ്ണ് എഴുതുമ്പോൾ പതുക്കെ എഴുതണം, വേദനിപ്പിക്കരുത് എന്നൊക്കെയാണ് എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഴുതാനൊന്നും വാശിയില്ല, അവൾക്ക് ഇങ്ങനെ റെഡിക്ക്. ആൾക്ക് സുന്ദരനാവാൻ ഇഷ്ടമാണ്, മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് അവങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുത്തിടേണ്ട കാര്യമാണോ ഒന്ന് ഇപ്പുറത്ത് ഇട്ടാൽ മതി അമ്മായി എന്ന് എന്നോട് പറയണത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തിട്ട് കൊടുത്തു. ആളെ ഓക്കെ ആയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്. എനിക്കൊരു ഉമ്മയൊക്കെ തന്നു അതിന് സന്തോഷത്തിൽ. പിന്നെ ഈ പൗഡറൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചു. ഞങ്ങൾക്ക് ചെറിയൊരു കുറി വരച്ചു കൊടുക്കാം. സുന്ദരിയായി നമുക്ക് കുറി തൊട്ടപ്പോൾ അമ്പലത്തേക്ക് പോകണം എന്നോട് ചോദിക്കണത്. അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാനാട്ടോ പറയണേ. ലിപ്സ്റ്റിക്ക് എങ്ങനെ ഇടണം, ഏത് കളറ് വേണം, അതൊക്കെ അവൻ എന്നെ പറയും. അതിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ സെറ്റാക്കേണ്ടത് അതൊക്കെ നോക്കണം. കണ്ണാടിയിൽ ഫോണിൽ നോക്കിയിട്ടാണ് എല്ലാം ചെയ്യണത്. ഒരു മാസ്റ്റർ പീസ് ചെറിയുണ്ട് കേട്ടോ അവൻ്റെ. ഇങ്ങനെയൊക്കെ ഓരോന്നും വീട്ടിലുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല. ഒരു ഞായറാഴ്ച ഇതാ പറയുമ്പോഴേക്കും ഓടിപ്പോവും. ശേഷം അടുക്കളയിൽ വന്നപ്പോൾ ശ്രുതി കുറച്ച് മുരിങ്ങ ശരിയാക്കുന്നുണ്ട്. ഇന്ന് മുരിങ്ങ താളിച്ച കറിയാണ് വെക്കണത്. മീൻകറി വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അവളടുത്ത് ഓരോന്നും പറഞ്ഞ് നോക്കിക്കുമ്പോഴാണ് എൻ്റെ മക്കൾ കുളത്തിൽ മീൻ പിടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, അമ്മ മീൻ കിട്ടി, ഓടി വായോ വീഡിയോയിൽ പിടിക്കുകയെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ 4-5 പരൽക്കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുളമാണ് കേട്ടോ. ഇതാണ് കുഞ്ഞു. അപ്പോഴേക്കും ഒരുത്ത വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ മീനെ വീണ്ടും ചൂണ്ടയിൽ കൊടുത്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കയറി വന്നപ്പോഴേക്ക് ശ്രുതി മീനൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട്, കറിയൊക്കെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോറുണ്ണാം. ഓക്കെ, ബായ്.